നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബറിൽ റിലീസായ ഹാപ്പി ക്രിസ്മസ് എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഏറ്റവും പുതിയൊരു പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജേക്കബ് കൊരട്ടിയാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയിരിക്കുന്നത് വിൽസൺ പറമാണ്. നമുക്ക് വേണ്ടി ഇവിടെ ഇന്ന് പാടുന്നത് എലീസ സാബു. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ദൈവം തന്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും ദൈവം തന്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും. കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ. മനോഹരമായ ഒരു ക്രിസ്മസ് രചനയുമായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് സ്വാഗതം. എനിക്കൊരു ചെറിയ സംശയമുള്ളത്, കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ, ഇതൊക്കെ ആ ക്രിസ്മസ് പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാനൊരു ചെറിയ വിഷമമുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? ക്രിസ്മസ് ഈശോയെ കേന്ദ്രീകരിച്ചാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് കണ്ണിൽ പൂമഴ കാതിൽ തേൻമഴ. അതുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആലാപനങ്ങൾ കേൾക്കുമ്പോഴാണ് കാതിനത് തേൻമഴയാകുന്നത്. ഉദാഹരണത്തിന് ഇത് പാടി വരുമ്പോൾ പിന്നെ നമ്മൾ പാടുന്നത് എന്താണ്? ദൈവം തൻ്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും. അപ്പോൾ ആ പ്രിയപുത്രനെ നൽകിയിരിക്കുന്നു. ആ പ്രിയപുത്രൻ അവിടെ കിടക്കുന്നു. ജനിച്ചു വീണ അവസ്ഥയിൽ അവനെ കാണത്തക്ക രീതിയിൽ ഒരു പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ പിറന്ന ആ ഒരു ദൃശ്യമുണ്ടല്ലോ, ആ ദൃശ്യത്തിലേക്കാണ് നോക്കുന്നത്. അത് അതിൽ തന്നെ അനുക്തസിദ്ധമാണ്. അപ്പോൾ അത് കണ്ണിന് പൂമഴ നൽകുന്ന ഒരു കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം തുടങ്ങിയതെല്ലാം കാതിൽ പൂമഴയായിത്തീരുന്ന സംഗതിയാണ്. അതുകൊണ്ട് യേശു കേന്ദ്രീകൃതമായിട്ട് പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ തിരു അവതാരത്തെ നോക്കിക്കൊണ്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഈ കാഴ്ചയ്ക്ക് പൂമഴ പോലെ സൗന്ദര്യം തരുന്നതാണ്, കേൾവിക്കും മധുരം തരുന്നതാണ് എന്ന്. സാധാരണക്കാർ ഒരു കുസൃതി ചോദ്യം ചോദിക്കുക വെച്ചാൽ, പഴയൊരു പാട്ടുണ്ടല്ലോ, ശർക്കര പന്തലിൽ അവിടെയും തേൻമഴയാ. ശർക്കര പന്തലിൽ ഇരുന്നിട്ട് അവിടെ തേൻമഴ അങ്ങനെ പെയ്യുവാണെങ്കിൽ എന്താ സ്ഥിതി? ശർക്കര പന്തലിൽ തേൻമഴ പൊഴിക്കും ചക്രവർത്തി കുമാരൻ. അതെ, പ്രസിദ്ധമായ ഒരു നാടകഗാനമാണത്. ONV കുറുപ്പിൻ്റെ അല്ലേ? പക്ഷെ അവിടെ ആ രചന ഒരു കവിയുടെ രചനാ വൈഭവത്തെ കാണിക്കുന്നുണ്ട്. കാരണം അതിനെ വെറും വാച്യാർത്ഥത്തിൽ മാത്രം എടുക്കുന്നതാണ് പ്രശ്നം. തേൻമഴ പൊഴിക്കുക എന്ന് പറഞ്ഞാൽ തേൻ നമ്മുടെ ദേഹത്തേക്ക് തളിച്ചാലുണ്ടാകുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. പക്ഷെ അങ്ങനെയല്ലത്. ഉദാഹരണത്തിന് കണ്ണിൽ പൂമഴ. കണ്ണിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാഴ്ചയിൽ എന്നാണ്. എൻ്റെ കാഴ്ചയിൽ, കണ്ണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം കാഴ്ച എന്നാണ്. കർത്താവ് പറഞ്ഞില്ലേ, നിനക്ക് കണ്ണ് പാപകാരണമാവുമെങ്കിൽ കണ്ണ് കുത്തിയിടിഞ്ഞ് കളഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ ഈ നോട്ടം നിനക്ക് പാപകാരണമാവുമെങ്കിൽ ഈ നോട്ടം കണ്ണ് കുത്തിപ്പറിച്ച് കളഞ്ഞാൽ എങ്ങനെ നിർത്താവോ, നിൽക്കുമോ, അതുപോലെ നിർത്തണമെന്നാണ്. കാല് നിനക്ക് അത് കണ്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ, കാലെന്ന് പറയാൻ ഈ പോക്കെന്നർത്ഥം. നിന്റെ ഈ പോക്ക്
എന്ന് പറഞ്ഞ പോലെ കണ്ണിൽ പൂമഴ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ കാഴ്ചയിൽ പൂമഴ പെയ്യുന്നു. എൻ്റെ കാഴ്ചയിൽ അതിമനോഹരമായിരിക്കുന്നു. അപ്പോൾ കാഴ്ചയ്ക്ക് മനോഹാരിതയുള്ളത് നമ്മൾ ആസ്വദിക്കല്ലേ. അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ദൈവം മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ആ കാഴ്ചയാണ്. ഒരു സത്യം ഞാൻ പറയാം, ഏറ്റവും അധികം സൗന്ദര്യമുള്ളത് പൂക്കളോ അങ്ങനെയുള്ള ഒന്നുമല്ല, മനുഷ്യനാണ്. അംഗീകരിക്കാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം മനുഷ്യനാൽ ആകർഷിക്കപ്പെടുന്നത് പോലെ ഒരാൾ മറ്റൊന്നിനാലും ആകർഷിക്കപ്പെടുന്നില്ല. ഏറ്റവും സൗന്ദര്യമുള്ളത് മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ ആ അവതാര പുരുഷന്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. അപ്പം ദൈവത്തിൻ്റെ മഹത്വവും നന്മയും എടുത്തുയർത്തുമ്പോൾ വലിയൊരു ആകർഷണ കേന്ദ്രമായി തീരുകയാണ്. അപ്പം ഈശോയിലേക്ക് ആകർഷിക്കപ്പെടും. അത്ര വലിയ വ്യക്തിപ്രഭാവമാണ് അത്. അത്ര വലിയ സൗന്ദര്യധാമമായിട്ടാണ് ഈശോ നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ കാഴ്ചയ്ക്ക് ഏറ്റവും അധികം ആനന്ദം പ്രദാനം ചെയ്യുന്ന സൗന്ദര്യം ഈശോയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിൻ പൂമഴ എന്ന് പറയുന്നത്. ഇപ്പോൾ കാഴ്ചയ്ക്ക് ആസ്വാദ്യകരമായത്, സൗന്ദര്യം ഉള്ളത് അതാണ്. ഇനി നമ്മൾ പറയല്ലേ മധുരസ്വരം എന്ന് പറയല്ലേ. മധുരസ്വരം എന്ന് പറഞ്ഞാൽ ചെവിയിൽ തേനൊഴിച്ചു കൊടുക്കാന്നാണ് അർത്ഥം, അല്ലല്ലോ. ശരിയാ, മധുരസ്വരം എന്ന് കേൾക്കുമ്പോൾ രണ്ടും കൂടെ രണ്ടായിട്ട് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസം. കാരണം നാവിലല്ലേ മധുരം, അല്ലേ? അതെ, നാവിൽ തൊടുമ്പോഴല്ലേ മധുരം. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന നല്ല മധുരസ്വരം കേട്ടോ. അപ്പം മധുരസ്വരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ചെവിയിൽ കേൾക്കുമ്പോൾ അത് ഇമ്പകരമാണ്, ആസ്വാദ്യകരമാണ്. വലിയൊരു ചെവിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സ്വരമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് കണ്ണിൻ പൂമഴ, കാതിൽ തേൻമഴ എന്നതിനെ കാതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിൻ്റെ വാച്യാർത്ഥമല്ല അവിടെ, വാച്യാർത്ഥത്തിനപ്പുറത്ത് ഒരു കാവ്യഭാഷ. ആ കാവ്യഭാഷ പ്രയോഗിക്കുമ്പോൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കണം. വാക്യം രസാത്മകം കാവ്യം എന്നാണല്ലോ നമ്മൾ കാവ്യത്തെക്കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രസം ആത്മാവായിട്ടുള്ള വാക്യമാണ് കാവ്യം. ഈ ആത്മാവിനെ കണ്ടെത്താനും അതിനെ അനുഭവിക്കാനും കഴിയുന്നവനാണ് സഹൃദയൻ. അപ്പോൾ സഹൃദയനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമല്ല. അതേസമയം വാച്യാർത്ഥത്തിൽ മാത്രം പദങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇത് പ്രശ്നമാണ്. അതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ 10% വേണ്ടിയായി കുസൃതി ചോദ്യം ചോദിച്ചു കേട്ടോ. ആസ്വദിക്കാത്തൊരു വാച്യാർത്ഥം മാത്രം മനസ്സിലാക്കുന്നത്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ട് നോക്കാം. എന്തുമാത്രം അവൻ നമ്മെ കരുതി നിറയും കരുണയാ, തന്റെ ഹൃദയം കവിഞ്ഞൊഴുകി കുരിശിലെ സ്നേഹമായി. എന്തുമാത്രം അവൻ നമ്മെ കരുതി നിറയും കരുണയാ, തന്റെ ഹൃദയം കവിഞ്ഞൊഴുകി കുരിശിലെ സ്നേഹമായി. പരമതാതന്റെ അരികെ നാം വരികയേവർക്കും അഭയമായി. പരമതാതന്റെ അരികെ നാം വരികയേവർക്കും അഭയമായി. സഭയാം അവന്റെ വാസഗേഹമിതാ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ക്രിസ്മസ് അല്ലെങ്കിൽ തിരുപ്പിറവി എന്നൊക്കെ പറയുന്നത് ഒരിക്കൽ നടന്ന ഒരു സംഭവമായിട്ടതിനെ ഒതുക്കരുത്. ദൈവത്തിൻ്റെ മനുഷ്യരോടൊപ്പമുള്ള സഹവാസമാണിത്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, തിരുവാക്കയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും തിരുവതാരത്തിലൂടെ മനുഷ്യവർഗം ലഭിച്ചു. ആ സാന്നിധ്യവും സഹവാസവും തുടരുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കരുണയെ മനുഷ്യന് പ്രാപ്യമായി തീർന്നു. ഒന്നാമത് അതിനെ വിശ്വസിക്കാൻ കഴിഞ്ഞു. യേശുവിൻ്റെ ജീവിതത്തിലൂടെ ദൈവം കരുണ കാണിക്കുന്നവനാണെന്നുള്ള, അതാണ് തൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകി, നിറയും കരുണയാൽ തൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകി
എന്ന് പറയാൻ കാരണം കുരിശിലെ സ്നേഹമായിട്ടത് നമുക്കത് വ്യക്തമായി അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് കുരിശിൽ കാണിച്ചത് മാത്രമല്ല, ഇന്നും ആ കാരുണ്യം നമ്മളിലേക്ക് പ്രവഹിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതെവിടെ നടക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സഭയിൽ അത് നടക്കുന്നുണ്ട്. അപ്പം ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണ്ടുമുട്ടൽ യേശുക്രിസ്തുവിലാണ് നടന്നതെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ. അപ്പോൾ സഭയിലാണ് ദൈവമനുഷ്യ സമാഗമം നടക്കുന്നത്. ഉദാഹരണത്തിന് അനുരഞ്ജനത്തിൻ്റെ കൂദാശ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവവഴിയിൽ നിന്ന് അകന്നു പോയ ഒരു വ്യക്തി ആ വഴി വിട്ട് വീണ്ടും ദൈവവഴിയിലേക്ക് തിരികെ വരുന്നു. അപ്പോൾ ആ തിരികെ വരുന്നവനെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുന്നത് സഭയാണ്. അതാണ് സഭയാം അവൻ്റെ വാസഗേഹമിത എന്ന് പറയാൻ കാരണേ. അപ്പോൾ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയോടി നിൽക്കുന്ന സഭ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അത് വാസ്തവത്തിൽ ഇവിടെയും ഉണ്ട്. അപ്പോൾ സഭയിൽ ആ കാരുണ്യം കിട്ടുകയാണ്. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അന്ന് ഈശോ പറഞ്ഞു തന്നെ ഇവിടെ പറയാണ്. അപ്പോൾ ആ കരുണ ഇവിടെ ലഭിക്കുക. അപ്പോൾ സഭയിലേക്ക് ആ വ്യക്തി കടന്നു വരുമ്പോൾ സഭയാകുന്ന യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നു. അപ്പോൾ സകല ജീവനും ഓജസ്സും ശക്തിയും എല്ലാം ശരീരത്തിലല്ലേ. അപ്പോൾ എൻ്റെ ഒരു കൈവിരൽ അറ്റുപോയി കഴിഞ്ഞാൽ തിരിച്ചത് ശരീരത്തിൽ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമല്ലേ അതിലേക്ക് ജീവൻ ഒഴുകുള്ളൂ, രക്തവും ജീവനൊക്കെ ഒഴുകുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇന്നും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്ന ഒരാൾക്ക് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക അവസരമായിട്ട് നിൽക്കുന്നത് ഒരു മാധ്യമമായിട്ട് നിൽക്കുന്നത് സഭയാണ്. ആ സഭയിൽ അതാണ് തൻ്റെ വാസഗേഹമിത എന്ന് പറയാൻ കാരണം. ഇതച്ഛൻ ട്യൂണിലോട്ട് എഴുതിയാണോ അച്ഛൻ? ട്യൂണിലോട്ട് എഴുതിയ പാട്ടാ. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ തോന്നിയത് ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ജേക്കബ് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കാലത്ത് ക്രിസ്ത്യൻ ഡിവോഷൻ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിന്ന ശ്യാമിൻ്റെ ഓർക്കുന്നുണ്ടോ? ജോസഫ് ശ്യാം. തെരങ്ങണിയുടെ ആദ്യ ക്രിസ്തീയ ഗാനങ്ങൾ ആദ്യം ചെയ്ത അദ്ദേഹത്തിന് ഈ തെരങ്ങണി സ്റ്റുഡിയോടും യേശുദാസിനോടുള്ള പ്രത്യേക സ്നേഹം വെച്ചത് ഒരാഴ്ച മുമ്പ് തന്നെ തെരങ്ങണി വന്ന് താമസിക്കുകയും സ്റ്റുഡിയോ ഒക്കെ ഹോം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു ആൽബം തീർത്തിട്ടാണ് പോയത്. ഇന്ന് നമുക്കറിയാമല്ലോ പാട്ടുകൾ ഇന്നും വളരെ പ്രസക്തമായ പാട്ടുകളാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല പാട്ടുകളെ വീണ്ടും ഒന്ന് ഓർപ്പിക്കാൻ ഈ ട്യൂണിന് സാധിച്ചിട്ടുണ്ട്. ഒരു മോശം എന്ന് പറയാൻ ഒരു പാട്ടും ഇല്ലാത്ത ഒരാളാണ് ശ്യാമം. എന്ന പോലെ ഈ പാട്ടും നമ്മളെ ആ ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ജേക്കബിന് വീണ്ടും നമുക്കൊരു ട്രിബ്യൂട്ട് പറയണ്ട. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ആൽബത്തിൽ എൻ്റെ 6 പാട്ടുകളാണുള്ളത്. അതെല്ലാം ഞാൻ ആസ്വദിച്ച് എഴുതുമായിരുന്നു. കാരണം എഴുതുന്നതിനകത്തൊരു ആസ്വാദനമുണ്ട്. നന്നായിട്ട് വരികൾ ഈണത്തിലേക്ക് സന്നിവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അത് ഈ പാട്ടുകളെല്ലാം എഴുതിയപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ പറ്റി. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ട് നോക്കാം. നന്മ മാത്രമുള്ള ഒരു ഹൃദയം നമ്മിൽ പുലരുവാൻ തന്റെ വചനം കനിഞ്ഞരുളി കതിരിടും ജീവനായി. നന്മ മാത്രമുള്ള ഒരു ഹൃദയം നമ്മിൽ പുലരുവാൻ തന്റെ വചനം കനിഞ്ഞരുളി കതിരിടും ജീവനായി. ഇവിടെ ആനന്ദഭരിതമാം വസതിയേവർക്കും അരുളുവാൻ. ഇവിടെ ആനന്ദഭരിതമാം വസതിയേവർക്കും അരുളുവാൻ. കൃപയായവന്റെ ആത്മദാനമിതാ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ദൈവം
തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും. ദൈവം തന്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ഈ പാട്ടിലെ മനോഹരമായ 2 വരികൾ, ഒന്ന് അനുപല്ലവിയിൽ വന്ന ഒരു വരിയാണ്, എന്തുമാത്രം അവൻ നമ്മെ സ്നേഹിച്ചു. കരുതി. സ്നേഹിച്ചെന്ന വാക്കല്ല വെച്ചിരിക്കുന്നത്, കരുതി. എന്തുമാത്രം അവൻ നമ്മെ കരുതി. അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, നന്മ മാത്രമുള്ള ഒരു ഹൃദയം നമ്മിൽ പുലരുവാൻ, അതിന് വചനം കനിഞ്ഞരുളി. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുതൽ, മനുഷ്യൻ പോലും തൻ്റെ അവസ്ഥയെക്കുറിച്ച്, ദയനീയമായ അവസ്ഥയെക്കുറിച്ച് അറിയാതെ ഇതാണ് എല്ലാമെന്ന് കരുതി ജീവിക്കുന്ന ഒരു കാലത്താണ് ദൈവം നമ്മുടെ ദയനീയമായ അവസ്ഥയെ അറിഞ്ഞ് തൻ്റെ ഒരു ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുത്ത് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിച്ചു. ആ വചനം സംസാരിക്കുന്നത് വഴി, വചനത്തിലൂടെയാണ് നമ്മളിലേക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകുന്നത്, കൃപയുണ്ടാകുന്നത്. അതിൻ്റെ ആദ്യപടിയാണത്. അപ്പോൾ വചനം കേട്ട് ഒരു വ്യക്തിയിൽ നന്മയുണ്ടാകും. അപ്പോൾ നന്മ മാത്രമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ, തിന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്ന മനുഷ്യൻ, അല്ലേ? ആരാണ് നല്ല മനുഷ്യൻ? ഈശോയുടെ നിർവചനം അനുസരിച്ച് നല്ല നിക്ഷേപത്തിൽ നിന്ന്, അതായത് ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. നന്മ അഭിനയിക്കുന്നവനല്ല. ഒരുപാട് പേര് നന്മ അഭിനയിക്കുക. എപ്പോഴാണ് നന്മ അഭിനയിക്കാൻ പറ്റാതെ പോകുന്നത്? പെട്ടെന്നൊരു കുത്ത് കിട്ടുമ്പോൾ അപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരും. ഒന്നെങ്കിൽ ചീത്ത വാക്കുകൾ പുറത്തു വരും, അല്ലെങ്കിൽ ശാപം പുറത്തു വരും, അല്ലെങ്കിൽ ദുഃഖം പുറത്തു വരും. അപ്പോൾ ശരിക്കും ആരെങ്കിലും നമ്മളെ കുത്തുമ്പോഴാണ് ഉള്ളിൽ കിടക്കുന്ന എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം, അത് ആ വ്യക്തി നമ്മളെ കുത്തിയത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത അല്ലെങ്കിൽ അശുദ്ധി കിടപ്പുള്ളതുകൊണ്ട് അത് പുറത്തു വന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നന്മ മാത്രമുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? എത്ര കുത്തിയാലും നമ്മൾ പ്രതികരിക്കില്ല എന്നുള്ളതല്ല, നന്മ മാത്രമേ പുറത്ത് വരുള്ളൂ. അതാണ് കുരിശിൽ നമ്മൾ കാണുന്ന, അതാണ്. എത്ര ആഴത്തിൽ കുത്തിയിട്ടും നന്മ മാത്രമേ പുറത്തു വരുന്നുള്ളൂ, അനുഗ്രഹം മാത്രമേ പുറത്തു വരുന്നുള്ളൂ, സൗഖ്യത്തിൻ്റെ ജലവും രക്തവും മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ മനുഷ്യരിലും നന്മ മാത്രമുള്ളൊരു ഹൃദയം ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അഭിനയിച്ച് നടന്നാൽ പോരാ. സംസ്കാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിനയിച്ച് നടക്കുന്നതെന്നർത്ഥം. അതെ. എൻ്റെ വർഷം അഭിനയിക്കാനേ പറ്റുള്ളൂ. മാന്യൻ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് നടക്കുന്ന, അതാണ് കപട നാട്യക്കാരെന്ന് ഈശോ വിളിക്കുന്നത്. ഇവിടെയാണ് നന്മ മാത്രമുള്ളൊരു ഹൃദയം നമ്മിൽ പുലരണം. എത്ര കുത്തിയാലും നന്മ മാത്രം, അനുഗ്രഹം മാത്രം പുറത്തു വരണം. ആ രീതിയിൽ ഒരു ഹൃദയം നമുക്കുണ്ടാകണമെങ്കിൽ അവൻ്റെ വചനം നിരന്തരം കേൾക്കണം. ആ വചനം കേട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയണം. അതാണ് നന്മ മാത്രമുള്ളൊരു ഹൃദയം നമ്മിൽ പുലരുവാൻ തൻ്റെ വചനം നമുക്ക് നൽകി, പിന്നെ തൻ്റെ ആത്മാവിനെ നൽകിയെന്ന് പറയാൻ കാരണം. അപ്പം ആ രീതിയിൽ നമ്മളെ വിശദീകരിച്ച് നന്മയുടെ നിറവിടങ്ങളാക്കി, കൃപയുടെ നിറവാക്കി മാറ്റുകയാണ്. പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് ദൈവദൂതൻ പറഞ്ഞെന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഇതുപോലെ ഓരോ മനുഷ്യരെയും ദൈവകൃപയുടെ നിറവാക്കി മാറ്റാനായിട്ടാണ് തൻ്റെ പുത്രനെ ദൈവം അയച്ചത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഇന്നും നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ച് പൊടിപൂരമാക്കി ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രശ്നം. വളരെ ക്ലിയർ അയച്ച അതിൻ്റെ ആശയം മനസ്സിലായി. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ട് നോക്കാം.
കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ദൈവം തന്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും, ദൈവം തന്റെ തിരുമനസാലെ നൽകി പ്രിയപുത്രനെയും. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ഈ ഗാനം ഞാൻ അച്ഛൻ്റെ മൂന്നാമതായിട്ട് ചെയ്ത ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിന് അച്ഛൻ ഒരു ഫാസ്റ്റ് നമ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടൊരു ട്യൂണാണ്. പക്ഷേ ട്യൂൺ ഇട്ടെങ്കിലും എനിക്ക് സംശയമുണ്ടായിരുന്നു ഈ ട്യൂൺ എത്ര ഭംഗിയാവും, അത് എങ്ങനെ, എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ആ ട്യൂൺ കൊടുത്ത് അച്ഛൻ അതിന് വരികൾ തന്ന് ആ വരികൾ ആ ട്യൂണിനനുസരിച്ച് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിന് ഭയങ്കര തൃപ്തിയായി. എന്തുമാത്രം അവൻ നമ്മെ കരുതി നിറയും കരുണയാ, തന്റെ ഹൃദയം കവിഞ്ഞൊഴുകി കുരിശിലെ സ്നേഹമായി. എന്തുമാത്രം അവൻ നമ്മെ കരുതി നിറയും കരുണയാ, തന്റെ ഹൃദയം കവിഞ്ഞൊഴുകി കുരിശിലെ സ്നേഹമായി. പരമതാതന്റെ അരികെ നാം വരികയേവർക്കും അഭയമായി. പരമതാതന്റെ അരികെ നാം വരികയേവർക്കും അഭയമായി. സഭയാം അവന്റെ വാസഗേഹമിതാ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. ഈ പാട്ട് പാടിയിരിക്കുന്നത് വിൽസൺ പ്രവാണ്. ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോഴും അച്ഛനെ കേൾപ്പിച്ചു. അച്ഛന് വളരെ തൃപ്തിയായി. എങ്കിലും അച്ഛൻ ഫോണിൽ കൂടെ തന്നെ ചില വരികൾ പാടിയിരിക്കുന്നിടത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുള്ളത് അച്ഛൻ അത് ഇന്നമാതിരി അവിടെ ഇന്നമാതിരി ഉണ്ട്, അവിടെ ഇത്തിരി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആവണം, അതിങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഫോണിൽ കൂടെ കറക്റ്റ് ചെയ്ത് അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പാടിച്ച് അങ്ങനെ ആ പാട്ടും ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെയധികം എനിക്ക് തൃപ്തി നൽകി. നന്മ മാത്രമുള്ള ഒരു ഹൃദയം നമ്മിൽ പുലരുവാൻ തന്റെ വചനം കനിഞ്ഞരുളി കതിരിടും ജീവനായി. നന്മ മാത്രമുള്ള ഒരു ഹൃദയം നമ്മിൽ പുലരുവാൻ തന്റെ വചനം കനിഞ്ഞരുളി കതിരിടും ജീവനായി. ഇവിടെ ആനന്ദഭരിതമാം വസതിയേവർക്കും അരുളുമായി. ഇവിടെ ആനന്ദഭരിതമാം വസതിയേവർക്കും അരുളുമായി. കൃപയായവന്റെ ആത്മദാനമിതാ. കണ്ണിൽ പൂമഴ, കാതിൽ തേൻമഴ, കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. കണ്ണിൽ പൂമഴ, കാതിൽ
ഗാനത്തിൻ്റെ ചരണത്തിൽ ഇവിടെ ആനന്ദഭരിതമാം വസതി ഏവർക്കും അരുളുവാനെന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ യഥാർത്ഥമായ നന്മ കൊണ്ട് നിറയുമ്പോൾ ആ നന്മയുടെ നിറവിൽ നിന്ന് നന്മ മാത്രമേ വരികയുള്ളൂ. ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ ആനന്ദഭരിതമായ കുടുംബങ്ങളായിട്ട് മാറുകയുള്ളൂ, നമ്മുടെ സമൂഹം ആനന്ദഭരിതമായ സമൂഹമായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുത്തും വേദനിപ്പിക്കലും അതിനനുസരിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭൂമി ജീവിക്കാൻ കൊള്ളാവുന്നൊരു ഭൂമിയായിട്ട് മാറണമെങ്കിൽ, നമ്മുടെ ഭവനങ്ങൾ ജീവിക്കാൻ കൊള്ളാവുന്ന ഭവനമാകണമെങ്കിൽ ഈ ഒരു മാറ്റം, പരിവർത്തനം ആനന്ദഭരിതമായ ഒരു ജീവിതത്തിന് ആവശ്യമാണ്. അതായത് നമ്മുടെ ഹൃദയങ്ങൾ നന്മ കൊണ്ട് നിറയണം, നന്മ മാത്രമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് അവിടുന്ന് ആത്മദാനമായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത്. അതാണ് ശരിക്ക് യഥാർത്ഥ ജീവിതം, മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ഈ നന്മ മാത്രമുള്ളൊരു ഹൃദയത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ടായത്. എല്ലാവർക്കും നന്മ മാത്രം കൊടുക്കാനാണ് ഈശോ ഈ ഭൂമിയിലോട്ട് വന്നത്. അപ്പോൾ ആ ആശയം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഇങ്ങനെ മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനം തന്നതിന് അച്ഛന് നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. കരളിൽ കുളിരേകി മനസ്സിൻ നിറവായി കൃപയാം വിൺമഴ. എന്തുമാത്രം അവൻ നമ്മെ കരുതി നിറയും കരുണയാ. തന്റെ ഹൃദയം കവിഞ്ഞൊഴുകി കുരിശിലെ